ഗുഡ് മോർണിംഗ് ഗൈസ്. സോ അപ്പോൾ ഇന്ന് വർക്കുള്ള ദിവസമാണ്. ഞാൻ നിങ്ങളെ അതിലൂടെ ഒന്ന് കൊണ്ടുപോകാം. ആക്ച്വലി ഒരു വർക്കുള്ള ദിവസം എങ്ങനെയായിരിക്കും രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത്? രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ കിച്ചണിൽ എല്ലാ സാധനങ്ങളും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമായിരിക്കും. ഒരു 3 o'clock തൊട്ട് തന്നെ ആക്ച്വലി എല്ലാ പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്യും. വീട്ടിലെല്ലാവരും ഓരോ വർക്കിലും ബിസി ആയിരിക്കും. ആക്ച്വലി ഇവനാണ് യാസി. ഇവനെ ഇപ്പോൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഓടി നടന്ന് ബഹളം ഉണ്ടാക്കും. നിങ്ങളായിരിക്കും എൻ്റെ സൗണ്ട് എന്തെങ്കിലും ഇരിക്കുന്നത്. ആക്ച്വലി എനിക്കിപ്പോൾ പനിയായിട്ടിരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. സോ അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ ജോലി എന്തുവാ? ഞാൻ ആക്ച്വലി ഒരു വലിയ വർക്കൊക്കെ ആകുമ്പോൾ ഒരു 10-20-30 തേങ്ങ വേണ്ടി വരും. അപ്പോൾ അത് ഈ ഒരു മെഷീനിലിട്ട് പൊട്ടിച്ച് തിരിഞ്ഞ് ഒരു അരമണിക്കൂർ കൊണ്ട് ആക്ച്വലി ആ തേങ്ങ എല്ലാം തിരിഞ്ഞ് തീരും. സോ പിന്നെ നമുക്ക് ഈ ഓരോ ചില്ലറ വർക്കൊക്കെ ഉണ്ട്. അരി എടുത്ത് കൊടുക്കുക, ഓരോ പാത്രങ്ങൾ കളക്ട് ചെയ്ത് കൊടുക്കുക, പിന്നെ ലവനെ ഒന്ന് അയച്ചു വിടുക, യാസീനെ അയച്ചു വിടുക, അവനെ വെളിയിൽ കൊണ്ടുപോയി മൂത്രമൊക്കെ ഒഴിപ്പിച്ചിട്ട് തിരിച്ച് കൂട്ടിക്കൊണ്ടാക്കുക. ആക്ച്വലി രാവിലെ എണീക്കുമ്പോൾ ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് നല്ല തണുപ്പാണ്. പിന്നെ ഒരു 6 മണി കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഇവിടുന്ന് പോകേണ്ടി വരും. ഞാൻ അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് കഴിയുമ്പോൾ പിന്നെ 10 മണിയാവും. ആക്ച്വലി 10 മണിയാകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാം വെച്ച് കഴിയുമായിരിക്കും. ഞാൻ വരുമ്പോൾ പിന്നെ ഇതെല്ലാം പാക്കിങ് ചെയ്ത് ഓരോ സെക്ഷനായിട്ട് അടുക്കി വെച്ച് ഓരോ സ്ഥലത്തേക്കുള്ള ഡിവിഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 500 ഊണ് വേറെ സ്ഥലത്തേക്കായിരിക്കും, 150 ഊണ് വേറെ സ്ഥലത്തേക്കായിരിക്കും. ഒരു ദിവസം തന്നെ 3-4 ഊണൊക്കെ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഇച്ചിരി കൺഫ്യൂഷൻ അല്ലെങ്കിൽ പോലും ഇച്ചിരി ഒരു ബോധർ ചെയ്ത് നിൽക്കണം. ഓക്കെ, ഇതെല്ലാം നോക്കി നടത്തി കറക്റ്റായിട്ട് കയറ്റി വിടണം. എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ അതെടുത്ത് വെച്ച് കൊടുക്കണം. അങ്ങനെ എല്ലാ ചില്ലറ പരിപാടികളൊക്കെ നമുക്ക് വരുമ്പോൾ തൊട്ടേ ഉണ്ട്. ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ആക്ച്വലി ഇന്ന് ബീഫൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി അപ്പോൾ ബീഫ് പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ചോറെല്ലാം ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. പായസം, സാമ്പാർ, അവിയൽ, ആക്ച്വലി ഇതെല്ലാം ഓൾമോസ്റ്റ് റെഡിയായി. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ് ഈ പാക്കിങ് എല്ലാം ചെയ്ത് വെച്ചത്. ഇതൊരു 25 പേർക്കുള്ള ഫുഡ് പാക്കിംഗ് ആണ്. പിന്നെ ഇതൊരു 160 പേരുടെ, പിന്നെ ഇതൊരു 20 പൊതിച്ചോറ് എല്ലാം ഉണ്ട്. ആക്ച്വലി ഇതെല്ലാം കൂടെ കൺഫ്യൂഷനാണ്. പിന്നെ ഞാൻ രണ്ടിടത്തേക്കുള്ള കൊണ്ടുപോയി. പിന്നെ ഇത് കരുനാഗപ്പള്ളിയില്ല, 25 പേരുടെ ഫുഡ് കൊടുക്കേണ്ട. സോ അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ വെക്കേഷൻ ആകുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് ഇവനെ കിട്ടും. പിന്നെ വേറെ കസിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കിട്ടും. അപ്പോൾ ഓരോരുത്തരുടെ സമയം അനുസരിച്ച് എൻ്റെ ആ ഫ്രീ ആകുന്ന സമയത്ത് ഓരോരുത്തരെ ഞാൻ വിളിച്ചുകൊണ്ട് പോകാറുണ്ട് ഓരോ വർക്കിന്. അപ്പോൾ പിന്നെ ഇതെങ്ങനെയും അവിടെ എത്തിക്കണം. കാരണം ഇച്ചിരി ലേറ്റായി. കാരണം ആ പൊതിച്ചോറ് വേറെ സ്ഥലത്ത് കൊടുക്കാനുള്ളതുകൊണ്ട് മാക്സിമം വേഗത്തിലാണ് പോകുന്നത്. പിന്നെ നാളെ ക്രിസ്മസ് ആയതുകൊണ്ടും ഓൾമോസ്റ്റ് എല്ലാവരും ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ എത്തി. KSFE ഓഫീസിലാണ് ആക്ച്വലി ഇന്നത്തെ ഫുഡ് കൊടുക്കേണ്ടത്. കഴിഞ്ഞ ഓണപരിപാടിക്ക് അവർക്ക് ഫുഡ് കൊടുത്തിട്ടാണ് ഈ പ്രാവശ്യം അവർ ക്രിസ്മസിന് നമ്മളെ വിളിച്ചത്. സോ അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് 2ാമത്തെ ഫ്ലോറിൽ കൊണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ തിരിച്ച് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ എല്ലാ വർക്കും കഴിഞ്ഞ് ഇനി വൈകിട്ട് പാത്രം എടുക്കാൻ വേണ്ടി മാത്രം വരണം. സോ ഗുഡ് മോർണിംഗ് ഗൈസ്.